ചിരിയുടെ മാലപ്പടക്കങ്ങൾക്ക് തീ കൊളുത്തിയ ആ തൂലിക ഇനി നിശ്ചലം. പരിഹാസത്തിന്റെ മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ട് മലയാളിയുടെ കാപട്യങ്ങളെ നോവിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ ആ മഹാപ്രതിഭ യാത്രയാകുന്നു. സാധാരണക്കാരന്റെ രൂപവും അസാധാരണക്കാരന്റെ ബുദ്ധിയുമായി വെള്ളിത്തിരയിൽ വിസ്മയം തീർത്ത ശ്രീനിവാസൻ ഒടുവിൽ തിരശീലയ്ക്ക് പിന്നിലേക്ക് മറഞ്ഞിരിക്കുന്നു. ശ്രീനിവാസൻ വെറുമൊരു നടനായിരുന്നില്ല, അദ്ദേഹം ഒരു രാഷ്ട്രീയ ബോധമായിരുന്നു. ആദർശങ്ങളുടെ മുഖം മൂടിയണിഞ്ഞ രാഷ്ട്രീയത്തിലെ പൊള്ളത്തരങ്ങളെ അദ്ദേഹം തന്റെ തൂലിക കൊണ്ട് കീറിമുറിച്ചു. സന്ദേശത്തിലൂടെ അദ്ദേഹം നൽകിയ രാഷ്ട്രീയ പാഠങ്ങൾ ഇന്നും കേരളത്തിലെ ചർച്ചകളിൽ അലയടിക്കുന്നു. വലതുപക്ഷത്തെയും ഇടതുപക്ഷത്തെയും ഒരേപോലെ വിമർശിക്കാൻ ആർജവം കാട്ടിയ ആ കലാകാരൻ മലയാളിയുടെ രാഷ്ട്രീയ ബോധത്തെ ആഴത്തിൽ പരിഷ്കരിച്ച വിപ്ലവകാരി കൂടിയായിരുന്നു. സൗന്ദര്യ സങ്കല്പങ്ങൾ മാത്രം സിനിമയെ ഭരിച്ചിരുന്ന കാലത്ത് ഒരു സാധാരണക്കാരന്റെ രൂപവുമായി എത്തി അദ്ദേഹം മലയാള സിനിമയുടെ വ്യാകരണം തിരുത്തി. തളത്തിൽ ദിനേശന്റെ അപകർഷതാബോധവും ദാസന്റെയും വിജയന്റെയും ദാരിദ്ര്യവും മലയാളികൾ സ്വന്തം ജീവിതമായി ഏറ്റെടുത്തു. നായക സങ്കല്പങ്ങളെ അദ്ദേഹം മണ്ണിലേക്ക് ഇറക്കി നിർത്തി. അതായിരുന്നു ശ്രീനിവാസൻ എന്ന പ്രതിഭയുടെ കരുത്തും വിജയവും. വിമർശനങ്ങൾക്ക് മുന്നിൽ പതറാത്ത, ശരിയെന്ന് തോന്നുന്നത് ആരുടെ മുഖത്ത് നോക്കിയും വിളിച്ചു പറയുന്ന പ്രകൃതം. ആരോഗ്യവും രാഷ്ട്രീയവും കൃഷിയും ജീവിതവുമെല്ലാം അദ്ദേഹത്തിന് പരീക്ഷണശാലകളായിരുന്നു. വിനീതും ധ്യാനും മലയാള സിനിമയുടെ മുൻനിരയിൽ നിൽക്കുമ്പോഴും അവരുടെ അച്ഛനെന്നതിലുപരി മലയാളിയുടെ സ്വന്തം ശ്രീനീട്ടനായി അദ്ദേഹം നിലകൊണ്ടു. ശ്രീനിവാസൻ വിടവാങ്ങുമ്പോൾ അതൊരു വ്യക്തിയുടെ മാത്രം വിയോഗമല്ല, മറിച്ച് ഒരു കാലഘട്ടത്തിന്റെ ശബ്ദമാണ് ഇല്ലാതാകുന്നത്. ഇനി മലയാള സിനിമയിൽ ആ ആക്ഷേപഹാസ്യത്തിന്റെ മുള്ളുകൾ ഉണ്ടാകില്ല, ആഴമുള്ള തിരക്കഥകൾ ഉണ്ടാകില്ല. എങ്കിലും അദ്ദേഹം ബാക്കി വെച്ചുപോയ ഓരോ വരികളും ഓരോ കഥാപാത്രങ്ങളും കാലാതീതമായി നമുക്കിടയിൽ ജീവിക്കും. മലയാളത്തിന്റെ ആ വലിയ വിപ്ലവകാരിക്ക് ചിരിയുടെ തമ്പുരാന് കണ്ണീരോടെ ആദരാഞ്ജലികൾ.